ഇന്നത്തെ കാലത്ത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. കുറച്ചു നാളുകളിൽ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിലും ഉറക്കം നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു. ഒരുപാട് വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. നമ്മളിൽ ചിലർ ഇത് തിരിച്ചറിയുന്നു. എന്നാൽ വലിയൊരു വിഭാഗം ആളുകൾ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഉറക്കമില്ലായ്മ അതിന്റെ വലിയൊരു കാരണമാണെന്ന് തിരിച്ചറിയുന്നത്. ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ഭക്ഷണം പോലെ തന്നെ ഉറക്കവും അത്യാവശ്യമാണ്. പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഉറക്കം നഷ്ടമാകുന്നത്. നമ്മൾ ജോലി സ്ഥലത്തും പേഴ്സണൽ ലൈഫിലും അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ, ഉത്കണ്ഠകൾ, തെറ്റായ രീതിയിലുള്ള ഉറക്കശീലങ്ങൾ എന്നിവ നമ്മുടെ ഉറക്കത്തെ ബാധിക്കാറുണ്ട്. വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വ്യായാമമാണ്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും മിതമായ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് ശീലമാക്കുക. ഇത് നന്നായി ഉറങ്ങാൻ നിങ്ങളെ സഹായിക്കുന്നു. വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വളരെ ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ഒഴിവാക്കുക. പെട്ടെന്നുള്ള ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇത്. എന്നാൽ ഇതെല്ലാം വളരെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ബോഡിയെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലുള്ള എക്സസൈസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അമിതമായ നിങ്ങളുടെ ഭക്ഷണ രീതി ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് പകൽ ഉറങ്ങുന്ന ശീലമാണ്. പകൽ ഒരുപാട് സമയം ഉറങ്ങുന്ന ആളുകൾക്ക് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ക്ഷീണം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം 20 മിനിറ്റിനുള്ളിൽ തീർക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ നിങ്ങൾ എത്ര ഉറങ്ങുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ രാത്രിയിലെ ഉറക്കം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സുകളുണ്ട്. മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് ആഴത്തിലുള്ള ചിന്തകളെ ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇത്തരം ചിന്തകളെ മനസ്സിൽ നിന്നും വഴിതിരിച്ചു വിടാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ വഴക്കിട്ടതിനെ കുറിച്ചോ നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ചോ ചിന്തിക്കുകയോ നിങ്ങൾക്ക് സ്ട്രെസ് തരുന്ന ഒരു കാര്യങ്ങളും കാണാതിരിക്കുകയോ ചെയ്യുക. ഇനി നിങ്ങൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വളരെ ശാന്തത തരുന്ന തരത്തിലുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഉറങ്ങുന്നതിന് കുറച്ചു സമയം മുൻപ് ഇതെല്ലാം കേട്ടതിന് ശേഷം മൊബൈൽ ഫോൺ നിങ്ങളുടെ അടുത്ത് നിന്നും മാറ്റിവെച്ച് വേണം നിങ്ങൾക്ക് ഉറങ്ങാൻ. അല്ല എങ്കിൽ എത്ര സമയം കഴിഞ്ഞാലും ഫോൺ എടുത്ത് നോക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് വരുന്നു. അത് വീണ്ടും നിങ്ങളുടെ ഉറക്കത്തിന്റെ സമയത്തെ കുറക്കുവാൻ കാരണമാകുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഡോക്ടറിന്റെ സേവനം ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് തെറാപ്പികളും ചികിത്സാ രീതികളും നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് മദ്യം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മദ്യം നിങ്ങളുടെ ഉറക്കത്തെ മാത്രമല്ല നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ കൂടി ബാധിക്കുന്നു.